ഗൈസ്, നമ്മുടെ ചാനലിലെ നമുക്കിന്ന് 50 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗിവ് അവേ നടത്താൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗെയിം കളിക്കണം. എന്നിട്ട് നമുക്ക് നേരെ ഗിവ് അവേ പ്രഖ്യാപനത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഇതെന്താ കളിക്കുന്നതെന്ന് വെച്ചാൽ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ ഗെയിമാണ്. അത് നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഇത് ഓൺലൈൻ ഗെയിമാണ്. നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോവുക. എന്നിട്ട് സ്ക്വിഡ് ഗെയിം ഒന്ന് സെർച്ച് ചെയ്യുക. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ താഴെ ഒരു സ്ക്വിഡ് ഗെയിം ഇൻവിറ്റേഷൻ ലെറ്റർ കാണാനാവും. അതൊന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഇത് ഓപ്പൺ ആവും. ഈ ഒരു വട്ടത്തിൻ്റെ ഭാഗം ഞെക്കുന്നവർ അത് മുന്നോട്ടും, തെറ്റ് ഞെക്കുന്നവർ ബാക്കൗട്ടല്ല അത് അവിടെ അനങ്ങാണ്ട് നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ സൗണ്ട് വെച്ചിട്ടാണ് കളിക്കുന്നത്, കാരണം അധികം സൗണ്ട് വെക്കാനാവില്ല, അപ്പോൾ എനിക്കൊന്നും കേൾക്കാനാവില്ല. അത് ഞാൻ ഒരു ചലഞ്ച് വെച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ വിന്നേഴ്സിന് പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പിന്നിങ് വീൽ വെച്ചിട്ടാണ്. ഇനി ഒരു ഗെയിം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ പ്രഖ്യാപനത്തിലേക്ക് പോവാം. കിട്ടുന്ന ആളെപ്പോൾ വരണ്ടേന്ന് ഞാൻ പറയാം. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് കാണാം. അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഒരു കളി കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കളി കഴിഞ്ഞിട്ട് വേഗം അടുത്ത ഗെയിമിലേക്ക് പോകുന്നതായിരിക്കും. കളി കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുത്തൻ ഔട്ടായി. അത് പെണ്ണാണോന്നറിയില്ല. അപ്പോൾ ഇവല് ജയിക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇപ്പം ജയിക്കാനായിട്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനി വേഗം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. അടുത്ത ഗെയിമിൻ്റെ പേരാണ് വാട്ട് ബീറ്റ്സ് റോക്സ്. ഇതും ഗൂഗിളിലുള്ളൊരു ഗെയിമാണ്. നമ്മൾ ആദ്യത്തേൽ സ്റ്റോണിൽ നിന്ന് തന്നെ എടുത്തോളൂ, പിന്നെ അതിൽ പേപ്പർ, അതാണ് നമ്മൾ സോഡ് എന്നാണ് കൊടുക്കുന്നത്. വാട്ട് ബീറ്റ്സ് സോഡിന് തോപ്പിക്കാൻ എന്ത് കഴിയുന്നുള്ളതിന് നമ്മൾ ഷീൽഡെന്ന് കൊടുത്തു നോക്കാം. ശരിയായിരിക്കും അല്ല തെറ്റായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനുള്ളതാണ്. അടുത്ത ന്യൂക്കിന് എന്തായാലും ഷീൽഡിന് പൊട്ടിക്കാനാവും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ബീറ്റ് ന്യൂക്ക് ഓഷ്യൻ ഗൈസ്. സിമ്പിളാണ്. ഇനി ഓഷ്യൻ എന്താകും? കരാക്കൻ. വാട്ട് ബീറ്റ് കരാക്കൻ? ജാക്ക് സ്പാരോ. ഓഫ് കോഴ്സ് ജാക്ക് സ്പാരോ. ഇനി അടുത്തതാണ് വാട്ട് ബീറ്റ്സ് ജാക്ക് സ്പാരോ? താനോസിനെ കൊണ്ട് പറ്റണ്ട ഗൈസ്. താനോസ്. വാട്ട് ബീറ്റ്സ് താനോസിനെ എന്തിന് തോൽപ്പിക്കാനാവുന്നു? അയൺമാൻ ഗൈസ്. അയൺമാൻ തന്നെ ആയിരിക്കും. അല്ലാതെ ഏതാ? ഗൈസ് തെറ്റാണോ അല്ലേ? അയൺമാൻ ഹാവ് എ ഫാൻസി സ്യൂട്ട് ബട്ട് എന്ത് ഗൈസ്? അയൺമാൻ തന്നെ താനോസിൽ കൊന്ന്. നിങ്ങൾക്ക് താനോസിനെ എന്താ ബീറ്റ് ചെയ്യാനാകുക എന്നുള്ളതിന് കമൻറ്റ് ബോക്സിലിടുക. അത് നേരെ പ്രഖ്യാപനം. അങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കിട്ടിയിരിക്കുന്നത് കിബിഡി 9080. അങ്ങനെ കൺഗ്രാജുലേഷൻസ്.